നിങ്ങൾ എത്രയൊക്കെ ആഗ്രഹിച്ചിട്ടും ചില നല്ല ശീലങ്ങൾ തുടങ്ങാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? നാളെ മുതൽ മാറും, ഞാൻ ഇന്ന് മാറും, നാളെ രാവിലെ എഴുന്നേൽക്കും എന്ന് സ്വയം പ്രതിജ്ഞ എടുത്തിട്ടും അടുത്ത ദിവസം വീണ്ടും പഴയപടി തന്നെ തുടരുകയാണോ? എങ്കിൽ കേട്ടോളൂ, പ്രശ്നം നിങ്ങളുടെ മടിയല്ല, നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ മനഃപൂർവ്വം ചതിക്കുകയാണ്. അതെ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ 95% നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ്, അഥവാ സബ് കോൺഷ്യസ് മൈൻഡാണ്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ പഴയ കംഫർട്ട് സോണിലേക്ക് തന്നെ വലിച്ചു കൊണ്ടുപോകും. കാരണം അതിങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ചതി മനസ്സിലാക്കിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ വലിയ ലക്ഷ്യങ്ങൾ സ്വപ്നം കണ്ട് വെറും സാധാരണക്കാരായി ജീവിച്ച് തീർക്കേണ്ടി വരും. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ ഈ ബ്രെയിൻ പ്രോഗ്രാമിനെ മാറ്റി എഴുതുകയല്ലാതെ വേറെ വഴിയില്ല. ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ തലച്ചോറിനെ എങ്ങനെ നിങ്ങൾക്ക് അനുകൂലമായി റീപ്രോഗ്രാം ചെയ്യാം എന്ന് ശാസ്ത്രീയമായ 5 എളുപ്പ വഴികളിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വീഡിയോയുടെ അവസാനം എത്തുമ്പോഴേക്കും നിങ്ങളുടെ മടിയെയും മാറ്റിവെക്കൽ ശീലത്തെയും എന്നേക്കുമായി ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രെയിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. നമ്മുടെ തലച്ചോറിന് ഒരു പ്രധാന ലക്ഷ്യമേ ഉള്ളൂ: നമ്മളെ സുരക്ഷിതമായി നിർത്തുക, നമ്മുടെ ഊർജം സംരക്ഷിക്കുക. പുതിയൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ അതിന് കൂടുതൽ അധ്വാനവും ഊർജവും വേണം. അതുകൊണ്ട് ബ്രെയിൻ അതിനെ തടയും. ഇതിനൊരു ലളിതമായ ഉദാഹരണം പറയാം. നിങ്ങൾ ഈ പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ അതിൻ്റെ ഇൻബിൽറ്റായി കുറേ ആപ്പുകളും സെറ്റിങ്സും കാണുമല്ലോ. അതുപോലെയാണ് നമ്മുടെ ബ്രെയിനും. ജന്മനാ ഉള്ള ചില പ്രോഗ്രാമുകളിലാണ് അത് റൺ ചെയ്യുന്നത്. പുതിയൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഫോൺ അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ബ്രെയിനിലെ പഴയ സോഫ്റ്റ്വെയർ മാറ്റി പുതിയത് ഇൻസ്റ്റാൾ ചെയ്യും. ഇതിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് ശാസ്ത്രം വിളിക്കുന്നത്. നമുക്കിനി ആ 5 പ്രധാന പോയിന്റുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ പോയിന്റ് 5 സെക്കൻഡ് റൂള്, അതായത് 5 സെക്കൻഡ് നിയമം. ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിന് തടസ്സം നിൽക്കാൻ വെറും 5 സെക്കൻഡ് മതി. അതുകൊണ്ട് ഒരു നല്ല കാര്യം ചെയ്യുവാൻ തോന്നുമ്പോൾ 5, 4, 3, 2, 1 എന്ന റിവേഴ്സ് എണ്ണി ഉടൻ തന്നെ ആ ജോലിയിലേക്ക് കടക്കുക. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഈ രീതി വഴി ബ്രെയിനിന് നിങ്ങളെ ചതിക്കാൻ സമയം കിട്ടില്ല. ഉദാഹരണത്തിന്, രാവിലെ അലാറം അടിക്കുമ്പോൾ കൂടുതൽ ചിന്തിക്കാതെ 5 മുതൽ 1 വരെ എണ്ണി ഉടൻ തന്നെ ബെഡിൽ നിന്നും എഴുന്നേൽക്കുക. രണ്ടാമത്തെ പോയിന്റ് ഡോപാമിൻ ഡെറ്റോക്സ്. ഇന്ന് നമ്മളെല്ലാം മടിയന്മാരാവുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസും മൊബൈലും ഗെയിംസും എല്ലാമാണ്. ഇവ നമ്മുടെ ബ്രെയിനിനെ ഡോപാമിൻ എന്ന കെമിക്കൽ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്നു. പെട്ടെന്ന് സന്തോഷം തരുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശീലമാക്കുമ്പോൾ പഠനവും ജോലിയും അതുപോലുള്ള കഠിനമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ബ്രെയിനിന് ഒരു താല്പര്യവും ഇല്ലാതാവും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സോഷ്യൽ മീഡിയ പൂർണ്ണമായും ഒഴിവാക്കി ബ്രെയിനിനൊരു ഡീറ്റോക്സ് നൽകുക. മൂന്നാമത്തെ പോയിന്റ് ഐഡൻറ്റിറ്റി ഷിഫ്റ്റിംഗ്, സ്വയം തിരിച്ചറിയൽ മാറ്റുക. ഞാനൊരു മടിയനാണ്, എനിക്കിതൊന്നും നടക്കില്ല എന്ന് നമ്മൾ സ്വയം പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് സത്യമായി വിശ്വസിക്കും. പകരം നിങ്ങളുടെ ചിന്താരീതി മാറ്റണം. ഞാനൊരു ഉഷാറുള്ള വ്യക്തിയാണ്, ഞാൻ കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യുന്ന ആളാണ് എന്ന് നിങ്ങളുടെ ഐഡൻറ്റിറ്റി മാറ്റുകയല്ലാതെ വേറൊരു വഴിയില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ആളായി മാറാനാണ് നിങ്ങളുടെ ബ്രെയിന് എപ്പോഴും ശ്രമിക്കേണ്ടത്. നാലാമത്തെ പോയിന്റ് മൈക്രോ ഹാബിറ്റ്സ്, ചെറിയ ശീലങ്ങൾ. ഒരു ദിവസം കൊണ്ട് വലിയ മാറ്റങ്ങൾ വരുത്താൻ ബ്രെയിന് സമ്മതിക്കില്ല. അതുകൊണ്ട് വലിയ ലക്ഷ്യങ്ങളെ വളരെ ചെറിയ സ്റ്റെപ്പുകളായി മാറ്റുക. ഉദാഹരണമായിട്ട്, ദിവസവും 1 മണിക്കൂർ പുസ്തകം വായിക്കണമെന്ന് വിചാരിക്കുന്നതിന് പകരം ദിവസവും വെറും 1 പേജ് മാത്രം വായിക്കുക. ലക്ഷ്യം ചെറുതാവുമ്പോൾ ബ്രെയിൻ അതിനെ എതിർക്കില്ല. പതിയെ പതിയെ ഈ ചെറിയ ശീലം നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. അഞ്ചാമത്തെ പോയിന്റ് സാഹചര്യം മാറ്റുക. നമ്മുടെ മനക്കരുത്തിനേക്കാൾ വലുതാണ് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, അല്ലേ? പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ തൊട്ടടുത്തിരുന്നാലും ബ്രെയിൻ നമ്മളെ കൊണ്ട് ഫോൺ അടുപ്പിക്കും. അതുകൊണ്ട് ഫോൺ മറ്റൊരു മുറിയിൽ വെക്കുക. വായനാശീലം വളർത്തണമെങ്കിൽ പുസ്തകം എപ്പോഴും കാണുന്ന രീതിയിൽ മേശപ്പുറത്ത് വെക്കുക. സാഹചര്യം അനുകൂലമാക്കിയാൽ ബ്രെയിൻ നിങ്ങളെ ചതിക്കാൻ എളുപ്പമാവൂല. ഇത് വെറുതെ കേട്ടുപോകാനുള്ളതല്ല. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിനെ റീപ്രോഗ്രാം ചെയ്യാൻ ഒരു തുടക്കം കുറിക്കാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ചെയ്യാൻ മടിച്ചു വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ കാര്യം, അത് മുറി വൃത്തിയാക്കലോ അല്ലെങ്കിൽ ഒരു മെയിൽ അയക്കുന്നതോ എന്തെങ്കിലും ഒരു കാര്യം ആദ്യം നമ്മൾ പറഞ്ഞ 5 സെക്കൻഡ് റൂൾ ഉപയോഗിച്ച് 5, 4, 3, 2, 1 ഇങ്ങനെ റിവേഴ്സ് എണ്ണി ഇപ്പോൾ തന്നെ ചെയ്തു തീർക്കുക. ആ അനുഭവം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ ചതിക്കാൻ നിങ്ങൾ ഇനി അനുവദിക്കരുത്. ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നിങ്ങളുടെ കൈകളിൽ വരും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. അടുത്ത ഒരു മികച്ച മോട്ടിവേഷണൽ വീഡിയോയുമായി വീണ്ടും കാണാം.